RCBയുടെ ഇന്നലത്തെ വിജയത്തിൽ ബംഗളൂരു അല്ലെങ്കിൽ കർണാടക സന്തോഷത്തിൽ ഉല്ലസിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. കണ്ണീരിൽ മുങ്ങി നിൽക്കുകയാണ് കർണാടക അല്ലെങ്കിൽ ബംഗളൂരു എന്ന് തന്നെ പറയണം. അതായത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും, ഇന്ന് ആ ഒരു പരേഡിലും അവരുടെ ആ ഒരു എന്താ പറയുക സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ആഘോഷ പരിപാടികളിലും പങ്കെടുക്കാൻ വന്ന ആളുകളിൽ ഏതാണ്ട് 10-ലധികം പേര് മരിച്ചിരിക്കുകയാണ്. 50-ലധികം പേർക്ക് പരിക്കുപറ്റിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയണം. എന്തായാലും പോലീസ് പറഞ്ഞായിരുന്നു, അതായത് സുരക്ഷയില്ല, ഈ പരിപാടി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ്. എന്നിട്ടും വെച്ചു. ഒരു സംഭവം നടന്നിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നോക്കാം. അതായത് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചുകൊണ്ട് പൊളിറ്റിക്സ് കളിക്കാൻ ഞാനില്ല. എന്തായാലും അന്വേഷണം നടക്കും. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തിയൊരു റിപ്പോർട്ട് നൽകും. എന്തായാലും 30,000-35,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേഡിയത്തിൽ എന്തിനാണ് 2 ലക്ഷവും 3 ലക്ഷവും ആളുകളെ തള്ളിക്കയറ്റിയത് എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കണ്ടറിയണം എന്താണ് സംഭവിക്കുക. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം ഇത് നടക്കണ്ട, പോലീസ് നടത്തണ്ട, വേണ്ടാന്ന് വെച്ചൊരു പരിപാടിയാണ്. ഇവരൊക്കെ പ്രഷർ ചെയ്താണ് നടത്തിപ്പിച്ചത്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ. സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ്.